എൻ്റെ കുടുംബജീവിതം തകരാൻ കാരണം നിങ്ങളാണ്. കൊല്ലം കുലശേഖരപുരത്ത് ഭാര്യ പിണങ്ങിപ്പോയതിന് യുവാവ് പഴിച്ചത് അയാളുടെ അച്ഛനെയാണ്. അതിൻ്റെ വിരോധം മനസ്സിലിട്ട് നടന്ന ആശാകൃഷ്ണൻ പിതാവ് കൃഷ്ണൻകുട്ടി നായരെ കൊലപ്പെടുത്തിയ കേസ് പലരും മറക്കാനിടയില്ല. 2023 നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. അച്ഛനെ മകൻ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച അമ്മയെയും അയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. പിന്നീട് മനോവിഷമത്തിൽ കഴിഞ്ഞ അമ്മയും കഴിഞ്ഞ വർഷം മരണത്തിന് കീഴടങ്ങി. അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ 2 വർഷങ്ങൾക്ക് ശേഷം ആശാകൃഷ്ണൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതിക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. പ്രതിയുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അച്ഛനാണെന്ന് പറഞ്ഞ് വഴക്കിടുകയും പ്രതിയുടെ ഭാര്യയെ മാപ്പ് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവരണമെന്ന് ആശാകൃഷ്ണൻ അച്ഛനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കൃഷ്ണൻകുട്ടി നായർ ഇത് എതിർത്തതിലുള്ള വിരോധമായിരുന്നു കൊലപാതകത്തിന് കാരണം. അടുക്കളയിലിരുന്ന ഫ്രൈ പാൻ വെച്ച് പലതവണ മാരകമായി തലക്കടിച്ച് തലയോട്ടി പൊട്ടിക്കുകയും വാരിയലിനും മറ്റും പൊട്ടലുണ്ടാവുകയും ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് തടസ്സം പിടിക്കാൻ ചെന്ന പ്രതിയുടെ അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ച് പരുക്കേൽപ്പിക്കുകയും ചെയ്തു. മാർച്ച് 10 കരുനാഗപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സംഭവ ദിവസം തന്നെ പ്രതിയെ പിടികൂടി. 2 വർഷത്തിനിടയിൽ പ്രതി ജാമ്യത്തിന് ശ്രമിച്ചുവെങ്കിലും കോടതി നിഷേധിക്കുകയായിരുന്നു. കൊലപാതക സമയത്തുണ്ടായിരുന്ന ഒരേയൊരു സാക്ഷിയായ പ്രതിയുടെ അമ്മ ശ്യാമള വാർദ്ധക്യ സഹജമായ അസുഖം മൂലവും കൊലപാതകം നേരിൽ കണ്ട മനോവിഷമത്താലും മരിക്കുകയും ചെയ്തു. കരുനാഗപ്പള്ളി പോലീസിന്റെ കുറ്റമറ്റ അന്വേഷണത്തിലൂടെ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കൊലപാതകം കോടതിയിൽ തെളിയിക്കാനായി. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ട കോടതി വിധി അടുത്ത ദിവസം പറയും. കൊല്ലം 5ാമത് അഡീഷണൽ സെഷൻസ് ജഡ്ജി കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ന്യൂസ് 18 കൊട്ടാരക്കര.